ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SajuS ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും SajuS ടേസ്റ്റ്ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റിലുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരുവിധം എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഒരു സൂപ്പർ കോമ്പിനേഷനായിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ക്യാരറ്റാണ്. കുറച്ചൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഗ്രീൻ പീസാണ്. അപ്പോൾ ഞാൻ കുതിർത്തിയെടുത്തതാണ് എടുക്കുന്നത്. അത് 1/2 കപ്പ് ഉണ്ട്. അത് നമുക്കിതിലേക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 6 ബീൻസ് കൂടി ഇതുപോലെ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബീൻസ് അധികം ആവണ്ട, ഒരു 6 മതി. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതിലിങ്ങനെ പൊങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വിസിലൊക്കെ വെച്ച് നമുക്ക് ഒരൊറ്റ വിസിൽ മാത്രം നമുക്കൊന്ന് എടുക്കാം. അത്രമാത്രം മതി. കഷ്ണങ്ങളൊന്നും അങ്ങനെ ഉടഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഒരു വിസിൽ മാത്രം നമുക്ക് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു പാൻ ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ഗ്രാമ്പൂ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു 2 ചെറിയ പീസ് കറുകപ്പട്ട ചേർക്കാം. 2 ഏലക്കായ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. 2 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഒരു 10-12 കുരുമുളക് കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവോളയാണ്. ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ചുരുങ്ങി വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കായി കിട്ടും. അപ്പോൾ വളരെ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കാൻ വെച്ചപ്പോഴും നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ സവോള വളരെ പെട്ടെന്ന് തന്നെ വഴന്ന് വരും. കുറച്ചൊക്കെ ഒന്ന് ചുരുങ്ങി ആവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ആയി കിട്ടണം. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അതുവരെ നമുക്ക് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി ഒന്ന് ചുരുങ്ങി വരുന്നത് വരെ നമ്മൾ ചെയ്യണം. അപ്പോഴാണ് ആ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു പെർഫെക്റ്റ് ലുക്കിൽ നമുക്ക് വരുള്ളൂ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്. ഇനി ഒരു 3/4 ടീസ്പൂണോളം നമുക്ക് ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊന്നും ചേർക്കുന്നില്ല. ഗരം മസാലയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മാത്രമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെയുള്ള കുരുമുളക് ഇല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്താലും മതി കേട്ടോ. അത് ഈ ഒരു സമയത്ത് ചേർക്കണമെന്ന് മാത്രം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാനിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ പീസൊന്നും അങ്ങോട്ട് ഉടഞ്ഞു പോവുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മസാലയുടെയൊക്കെ ഈ ഒരു മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊന്നും കൂടണ്ട, 1/4 കപ്പ് തന്നെ മതി. ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് എടുക്കുന്നത് ഒരു 8-10 കാഷ്യൂനട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് ചെറുതാണ് കേട്ടോ. അതുകൊണ്ടൊരു 10 ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 7-8 മാത്രം മതിയാവും കേട്ടോ. ഒരു നല്ല ടേസ്റ്റും നല്ലൊരു കുറുകിയിരിക്കുന്ന ഒരു രീതിയിലൊക്കെ നമ്മുടെ ഈ കുറുമ കിട്ടും. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോഴാണ് ആ ഒരു സൂപ്പർ ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമ്മളിത് അരച്ചെടുക്കണം. ഒട്ടും തരികളൊന്നും ഇല്ലാത്ത രീതിക്ക് എത്രയും ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിന് ആദ്യം തന്നെ ഞാൻ എടുത്തത് കൊണ്ട് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ആ ജാറ് കഴുകിയിട്ട് ഒരല്പം വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഷ്ണമൊക്കെ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളമൊക്കെ ചേർക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി എടുക്കണം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ കാഷ്യൂവിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് ആ കഷ്ണങ്ങളിലേക്കും ഒക്കെ വരണം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലപോലെ തിളപ്പിച്ചെടുക്കണം.
ഇനി നമ്മളിതിലേക്കൊരു സൂപ്പർ ടേസ്റ്റ് ഒരു സ്പെഷ്യൽ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ജീരകം പൊടിച്ച് എടുത്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് സ്കിപ്പ് ചെയ്യരുത്, ഒരു സൂപ്പർ ടേസ്റ്റാണ് നമുക്കിതിനെ കിട്ടുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കൂടി പോവരുത്, അപ്പോൾ ഒരു കുത്തലൊക്കെ വരും. വളരെ കുറച്ച് മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്കറിയാലോ കുറുമയുടെയൊക്കെ ആ ഒരു എത്രത്തോളം വേണം, ചാറ് എത്രത്തോളം വേണം എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ 2 പ്രാവശ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് തിളച്ച് നല്ലൊരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചൊന്നും ഇങ്ങോട്ട് കുറുകി വരണം. അപ്പോൾ ആ കഷ്ണങ്ങളിലേക്കൊക്കെ കുറച്ചൊന്നിങ്ങനെ പതിഞ്ഞിരിക്കുന്ന രീതിയിൽ വരണം. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഇതൊന്നുകൂടി ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്യണം. അപ്പോൾ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി ആ ഒരു പെർഫെക്റ്റ് രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാന്ന് പറയുമ്പോൾ അതിലേക്ക് അങ്ങോട്ട് നമുക്കറിയാമല്ലോ കരിഞ്ഞു പോവാതെ തന്നെ നല്ലൊരു കുറച്ചൊരു ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നമുക്കതിൽ നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് കറിവേപ്പില കറിയിലേക്ക് ഇടാം. പക്ഷേ അതിനെക്കാട്ടിൽ ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് കറിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ആ കറിവേപ്പിലയുടെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഒരല്പം മല്ലിയില നിങ്ങൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു മിനിറ്റെങ്കിലും നമ്മളിതൊന്ന് മൂടി വയ്ക്കണം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുറുകി നല്ലൊരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ നമ്മൾ ഈ കുറുമ. അപ്പോൾ സെർവ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഈ കുറുമ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഏതൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും പറ്റും. ചപ്പാത്തിക്കാണെങ്കിലും ഇടിയപ്പത്തിനാണെന്നുണ്ടെങ്കിലും അപ്പത്തിന് പാലപ്പത്തിന് ഇങ്ങനെയൊക്കെ വേണ്ടുന്ന എല്ലാത്തിനും പൂരിക്കൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലാത്തവരെല്ലാം ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടിയൊന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ സൂപ്പർ ടേസ്റ്റി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.